ദൈവം നിറഞ്ഞു ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം കേട്ടോ. ആരും മൗനമായിരിക്കരുത്. എന്നോട് ദൈവം സംസാരിച്ചത് എന്നിനോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഇത് ദൈവത്തിന്റെ മെസ്സേജ്. ആവശ്യമില്ലാത്തൊരു കാര്യം ഈ പ്ലാറ്റ്ഫോമിൽ പരിശുദ്ധാത്മ എനിക്ക് തരത്തില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എല്ലാം തകർന്നടിഞ്ഞെടുത്തു നിന്ന് പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാ. Can you believe and praise our God? നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം കേട്ടോ. വചനത്തിന്റെ ശക്തി ഇന്ന് ശരീരത്തിൽ പാഞ്ഞിറങ്ങണം. ഓ രമ കദല റസി ദുരിയ പ്രബല ഘടകതിനി ഘടകമനകസിയാന. ഓ നിന്റെ എൻഡിങ്ങിൽ ദൈവം പറയുന്നു, നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിരിക്കുന്നിടം ഉണ്ടല്ലോ, പരിശുദ്ധാത്മാ പറയാ, ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ. യെസ് 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 യെസ്. വർഷിപ്പ് അവർ ഗാഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം കേട്ടോ. വചനം ഏറ്റെടുത്ത് വേദന അത് എന്നോടാ കർത്താവേ, എന്നോടാ കർത്താവേ, എന്റെ എൻഡിങ്ങിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ശവക്കുഴി തുറക്കും. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നേ? അപ്പൊ ദൈവം പറയുന്നു, ഇനി നിനക്കൊരു ജീവിതം ഉണ്ടെന്ന്. ഹലോ, can you hear me? Praise God. There is no opportunity, there is no remedy, there is no chance എന്ന് നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുമ്പോൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ നിരന്തരം ആവശ്യം ഡിസ്കഷൻ ചെയ്യുമ്പോൾ, എൻ്റെ ദൈവം പറയാ, നിന്റെ പ്ലേസ് ഞാൻ ചേഞ്ച് ചെയ്യും. ആമീൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്ക്. ഇത് വചനം, അത് സംഭവിക്കാൻ പോവുകയാ. യെസ്, നിങ്ങൾ കേൾക്കുന്ന വചനം ജീവനുള്ളതാണെങ്കിൽ that's really will going to happen in your life from today, right now, in the mighty name of Jesus. ദൈവത്തിന് അവധി വെക്കേണ്ട കാര്യം വരുന്നില്ല. വചനം വീണ് കഴിഞ്ഞാൽ അത് നിവൃത്തിയാവും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമപ്പാ. നിന്നെ ഒരു വാക്യവൻ പറയുന്നു, എന്റെ കുഞ്ഞിനി അവിടെ കിടക്കാൻ എനിക്ക് പ്ലാനില്ല. ഇനി എന്റെ കുഞ്ഞ് ആ വേദനയിൽ നെടുവീർപ്പെടാൻ എനിക്ക് പ്ലാനില്ല. ഇനി എന്റെ കുഞ്ഞ് എന്നും അടച്ചിടപ്പെട്ട അനുഭവത്തിൽ ആദി കയറി മരിക്കാൻ എനിക്ക് പദ്ധതിയില്ല. I have a wonderful plan. ഓ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. വചനം ഉള്ളിൽ കത്തുന്നെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചോണം. ഈ രാത്രി പെരുമഴ പോലെ നിന്റെ മേൽ പകരാനുള്ള ദൈവകൃപ നീ നഷ്ടപ്പെടുത്തരുത് കുഞ്ഞെ. ഇന്ന് രാത്രിയിൽ ഈ ഹോളിനകത്ത് കയറി വന്ന് ചുരുക്കം പേരാണെങ്കിലും അമ്മയെ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ മടങ്ങിപ്പോകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ചേർന്ന് കരങ്ങളെ അടിച്ച് അഭിഷേകം പ്രാപിച്ചവർ നന്ദിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. അന്തരാ ജുമന രഗതനെ അടമന ചുഗന ഘടകധനി ഗദല ഘടകലഗധനി അതുര പ്രവൽ ഘടകധനി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി രാത്രി ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ച് ആരാധിക്ക്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ട ചില വാതിലുകൾ നിനക്ക് വേണ്ടിയുണ്ട്. നീ പുറലോകം കാണാതെ അടച്ചിടപ്പെട്ട അനുഭവം പോലെ ഈ രാത്രി ഞരങ്ങുമ്പോൾ ആത്മമണ്ഡലത്തിൽ ദൈവാത്മാ പറയുകയാണ്, യെസ് യെസ് യെസ്. എല്ലാം ഷട്ട് ഡൗൺ ആയി, എല്ലാം ഷട്ട് ഡൗൺ ആയി എന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ ഒരു ഓപ്പണിംഗ് ദൈവാത്മാവ് നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. യെസ് 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 ലോർഡ്. ഹതുരാല ഓ ഹന്തല ചുടദനി ഘടകദനി ഹന്തൽ പ്രബാല ഘടകദനിയ ഓ റിബല ഘടകദനി ഹദനി ഘടകദന ഹശമല ഘടകദനിയ തുര പ്രബല ഘടകദനി ഹദര ഘടകദനി ബബാല ഘടകദനി ഹന്തുരാ ചുഗന ഘടകദനിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടെല്ലാം അടച്ചു പൂട്ടി ക്ലോസ് ചെയ്ത കാര്യത്തെ എൻ്റെ ദൈവം പറയാ, കുഞ്ഞെ എൻ്റെ ഒരു കരമുണ്ടല്ലോ, നിന്റെ വിഷയത്തെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാ. വിശ്വസിച്ച് ആരാധിക്കാമോ? സ്തോത്രം സ്തോത്രം. നീ ക്ലോസ് ചെയ്തിരിക്കുന്ന കാര്യത്തിന്മേൽ ആത്മാവ് ഇടപെടുകയാണ് ഈ രാത്രിയിൽ. ഓ ഹല്ലേലൂയ. മനുഷ്യകരമല്ല, മനുഷ്യകരമല്ല, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയാൻ, ആ കയ്യെ തടയാൻ ആർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. നിന്റെ ജീർണിച്ച അവസ്ഥ കാണാനല്ല എന്റെ ദൈവം അത് തുറക്കുന്നത്, നിന്റെ ജീർണത മാറ്റാനാ.
ചെറുതാമീൻ പറ, ചെറുതാമീൻ പറ. നിന്റെ തകർച്ച കാണാൻ വേണ്ടിയല്ല ആത്മാവ് അത് തുറക്കുന്നത്. നിന്റെ തകർച്ചയിൽ നിന്ന് ദൈവത്തിനൊരു പുതിയ പദ്ധതി, എൻഡിങ്ങിൽ നിന്ന്, ഹോപ്പ്ലെസ് ആയ അവസ്ഥയിൽ നിന്ന്. എന്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ വചനത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിലൊന്ന് അനുഭവിക്കട്ടെ, നിങ്ങളുടെ ആത്മമണ്ഡലത്തിലൊന്ന് അനുഭവിക്കട്ടെ. 3 പോയിന്റ് മുഖവരെയും കേട്ടിട്ട് പോകുന്നതല്ല, ഇത് ദൈവത്തിന് നിന്നോടുള്ള ക്ലിയർ മെസ്സേജ് ആണ്. ഈ രാത്രി നിന്റെ സ്ഥിതി മാറ്റുമെന്ന് വചനം പറഞ്ഞാൽ സകലരും നീ മുഖാന്തരം ഉളവായതൊന്നു അവനെ കൂടാതെ ഉള്ളതല്ല എങ്കിൽ, വചനം ജഡമായി തീർന്നെങ്കിൽ ആ വചനം നിന്റെ വിഷയത്തിൽ, ഈ രാത്രിയിൽ നിന്റെ കമ്പനി വിഷയത്തിൽ, നിന്റെ കുടുംബ വിഷയത്തിൽ, നിന്റെ തലമുറ വിഷയത്തിൽ, നിന്റെ ബിസിനസ് വിഷയത്തിൽ, നിന്റെ സ്ഥാപന വിഷയത്തിൽ, നിന്റെ സഹോദര സ്ഥാപന വിഷയത്തിൽ, നിന്റെ മിഷൻ ഫീൽഡിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിലച്ചു പോകുമെന്ന് വിചാരിക്കുന്ന നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിന്റെ ശവക്കുഴി ഈ രാത്രി എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ നിശ്ചയിച്ചിരിക്കുകയാ. ഓ, എല്ലാ ഈവിൾ അസോസിയേഷനും ഈ രാത്രി ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യട്ടെ. ദൈവത്തിന് ശവപ്പെട്ട് തുറന്നേലേ നിന്നെ കാണാനൊക്കത്തില്ലെന്നല്ല, അവന്റെ കണ്ണിന് മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നീയും ഞാനും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര കാലം ഏതൊക്കെ പോകുമെന്ന് അവൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ചെറുനാമ്യം പറഞ്ഞില്ലേ നിങ്ങൾ? സ്തോത്രം. ദൈവം പറയുന്നത് ഞാൻ തുറക്കും. എന്തിനാ? ആരും കാണാതെ അടച്ചിടപ്പെട്ട പെട്ടി പോലെ അകത്തളത്തിൽ ആദി എരിഞ്ഞ് ആവിക്ക് വെച്ച് പുഴുങ്ങുന്നത് പോലെ ജീവിതം വെന്തു പുകയുമ്പോൾ ആത്മാവ് പറയുന്നു, ഈ രാത്രിയിൽ ഞാൻ നിന്റെ പെട്ടി തുറക്കും. ഞാൻ നിന്റെ പെട്ടി തുറക്കും. നിന്റെ പ്രോബ്ലത്തിന്റെ ബോക്സ് ഞാൻ തുറക്കാൻ പോവുകയാ. നിന്റെ ഫാമിലിയുടെ ഡിസ്ട്രക്ഷന്റെ ബോക്സ് ഞാൻ തുറക്കാൻ പോവുകയാ. നിന്റെ തലമുറയുടെ എഡ്യൂക്കേഷന്റെ ട്രാജഡിയുടെ ബോക്സ് ഞാൻ തുറക്കാൻ പോവാ. എന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം കേട്ടോ. എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം കേട്ടോ. എത്ര പ്രാർത്ഥിച്ചിട്ടും ആമേൻ പരിഹാരമില്ലെന്ന് ശത്രു വിധി എഴുതി കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രോബ്ലത്തിന്റെ ബോക്സ് ഈ രാത്രി എന്റെ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ആത്മനിറവിൽ ശക്തിയോട് ആരാധിക്കട്ടെ. ഈ രാത്രിയിൽ റിലീസ് ചെയ്യേണ്ട വിഷയങ്ങൾ ആത്മാവിന്റെ മണ്ഡലത്തിൽ അധികാരത്തോടെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദൂതേറ്റെടുക്കുന്നവർ ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുന്ന രാത്രിയായി തീരട്ടെ. ദാഹമുള്ള ജനത്തോട് ആത്മാവ് ആഴത്തിൽ ഇടപെടുകയാണ്. യേശുവിന്റെ രക്തം അറിയാതെ ഇരുന്നപ്പോൾ അടച്ചുപൂട്ടിയ അനുഭവത്തിൽ അകത്തളം പുകയത്തു വെച്ച തുരുത്തി പോലെ വെന്തു നീറിയപ്പോൾ നീ അറിയാത്ത വഴി അവൻ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഉറക്കെന്ന് പറയാമോ? പറഞ്ഞേ, ആദരം തുറന്ന് എന്തിനാ പ്രസംഗിക്കുന്നേ? Let us give mighty thanks to God for all his goodness. എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞാട്ടെ. എല്ലാ നന്മകൾക്കും അതരം തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. സ്വർഗം അതൊന്ന് കേൾക്കട്ടെ. താ 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 എന്ന് പറഞ്ഞിരിക്കാതെ തന്നതിന് തക്ക മഹത്വം അങ്ങോട്ട് മേലോട്ടൊന്ന് ചെല്ലട്ടെ. യെസ് യെസ്, നിന്റെ തലമുറയെ തന്നതിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. നെഗറ്റീവ് ആസ്പെക്ട് എല്ലാം എടുത്ത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് തന്ന ജീവിത പങ്കാളിക്കായി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. തന്ന ജോലിക്കായി സ്തോത്രം ചെയ്താട്ടെ. തന്ന ആരോഗ്യത്തിന് സ്തോത്രം ചെയ്താട്ടെ. തന്ന നന്മകൾക്ക് സ്തോത്രം ചെയ്താട്ടെ. ഇല്ലാത്തതിനെ ഓർത്ത് പരിതപിക്കാനല്ല, ഇല്ലാത്തതിനെ ഓർത്ത് കിട്ടാത്തതിനെ ഓർത്തും പറഞ്ഞ് പിറുപിറുക്കാനല്ല. ഇന്ന് രാത്രി ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് അതരം തുറന്ന് ആരും മൗനമായിരിക്കരുത്. ആമേൻ. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ യോഗമാണെങ്കിൽ, ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന യോഗമാണെങ്കിൽ, വ്യത്യസ്തമായ ഒരു ദൈവപ്രവർത്തിയുടെ സാക്ഷ്യത്തോടെ ആത്മാവിൽ ഉറപ്പുള്ളവരായി ഈ ഹോൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന ആത്മാവിന്റെ ഉറപ്പാണ്.
ഞാൻ നിനക്ക് ഉത്തരവരുളും. മഹത്തായതും അഗോചരവുമായത്, മാർവലസ് ആയിട്ടുള്ളത്, പ്രഷ്യസ് ആയിട്ടുള്ളത്, അൺബിലീവബിൾ ആയിട്ടുള്ളത്, ഇംപോസിബിൾ ആയിട്ടുള്ളത്, നിന്റെ കണ്ണുകൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തത് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടെന്നാ പറഞ്ഞത്. Praise God. Hallelujah. നിന്റെ ബോർഡർ ലൈൻ ഈ രാത്രി എടുത്തുകളാ. ഇടുങ്ങിയ ചിന്താഗതികൾ എടുത്തുകളാ. ആമേ. ശ്രേഷ്ഠമായത് ഈ രാത്രിയിൽ എന്റെ ദൈവത്തിൽ നിന്ന് ചോദിക്കു കുഞ്ഞേ. നിന്റെ അധരമൊന്ന് തുറക്ക്, നിന്റെ ഹൃദയമൊന്ന് തുറക്ക്, നിന്റെ കാഴ്ചപ്പാടൊന്ന് ചേഞ്ച് ആക്ക്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ശവക്കുഴി തുറക്കും. ജീവിതത്തിന്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്റെ ദൈവം ഈ രാത്രി നിന്നോട് ക്ലിയർ ആയി പറയുന്നു. There is another precious and glorious chapter in his mighty hand. Hallelujah. 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 വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? Hallelujah. Lord, by faith, amen, hallelujah, we declare there is a, amen, behold, the precious chapter is coming. Yes, 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 yes. Hallelujah. നിന്റെ ബിറ്റർനെസ്സിൽ നിന്ന് നീ ഉറക്കെ വിളിച്ചു പറയണം. The glorious chapter is coming. Yes, the precious chapter is coming. A wonderful chapter is coming. ഉറക്കെ പറ, ഉറക്കെ പറ. നിന്നെ ശവക്കുഴിയിൽ വലിച്ചു കയറ്റുമെന്ന് പറയുന്നത് മനുഷ്യന്റെ കൈയല്ല, എന്റെ ദൈവത്തിന്റെ. നിന്റെ വീണ്ടെടുപ്പുകാരനാ നിന്നോട് പറയുന്നത്. അവൻ നിന്നെ വലിച്ചു കയറ്റുമെന്ന്. Are you ready to come out? നിനക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ മനസ്സുണ്ടോ? അവിടെ നിന്ന് പുറത്തു വരാൻ മനസ്സുണ്ടോ? സന്തോഷത്തോടെ ആത്മനിറവോടെ ഇന്ന് രാത്രി അത്യുന്നതന് മഹത്വം കൊടുത്ത് ആരാധിച്ചാട്ടെ. ദയവായി ആരും മൗനമായിരിക്കരുത്. ഈ ദൂത് നിങ്ങളോ ഹൃദയത്തെ സ്പർശിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ സ്പർശിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ സന്ദർശിക്കുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ മെന്റൽ സ്ട്രെസ്സിനെ വിസിറ്റ് ചെയ്തെങ്കിൽ, യെസ്, there is a relief. His mighty promise never die. വിശ്വസിച്ചാമേ പറയാമോ? എന്റെ ദൈവത്തിന് നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ മരിക്കത്തില്ല. അവന്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും തെറ്റാതെ നിന്റെ ആയുസ്സിൽ, നിന്റെ ലൈഫിൽ, നിന്റെ തലമുറയിൽ, വരുന്ന തലമുറയിൽ നിവർത്തിക്കാൻ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ ആത്മാവിന് ആമേ ഭോഷ്ക്ക് പറയാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് അസഹനീയമായ വേദനയില്ല. 10 തലയണ ഫോർ ഓൾ യുവർ സഫറിങ്സ്. മഹത്തായ ഒരു ലെവലിൽ ദൈവത്തിന് വേണ്ടി നീ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നത്തെ മുറിവുകൾക്ക് നീ ഒത്തിരി സ്തോത്രം ചെയ്യണം. ഇന്നത്തെ സങ്കടങ്ങൾക്ക് ആത്മാവിൽ സ്തുതിക്കണം. ദൈവം നിങ്ങളുടെ ഉള്ളങ്ങളോട് സംസാരിക്കുന്നുവെന്ന് എൻ്റെ ഉള്ളത്തോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നന്ദി പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഹൃദയത്തിൽ നിന്ന് സ്തുതിക്കണം കേട്ടോ. ഒരു സർമ്മം കേട്ടിട്ട് പോകുന്ന അനുഭൂതി ഉണ്ടാകരുതേ. സ്തോത്രം, 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 സ്തോത്രം. ഞാനൊരു പ്രഭാഷകൻ എന്ന നിലയിൽ നിങ്ങൾ കാണരുത്, ശ്രദ്ധിക്കരുത്. ഈ രാത്രി നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങളെ എന്നെ മെനഞ്ഞ ആത്മാവ് ഒരുപോലെ ഇടപെടുമ്പോൾ ഈ രാത്രി എന്നെ നിന്നെ സന്ദർശിച്ച് പുറത്തു കൊണ്ടുവന്ന് ആദരിക്കുന്ന ആയിരങ്ങളുടെ മുമ്പിലുള്ള ഒരു വഴി എന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അടച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരങ്ങളുടെ നടുവിൽ നിനക്കൊരു സാക്ഷ്യത്തിന്റെ ശബ്ദം തരാൻ ഈ രാത്രി ദൈവാത്മാവ് ബന്ധപ്പെടുന്നെങ്കിൽ ഏറ്റെടുത്ത ആത്മാവിൽ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രതീക്ഷ നഷ്ടപ്പെട്ട, സാധ്യതകൾ നഷ്ടപ്പെട്ട, വഴികൾ അടഞ്ഞ, ആരോഗ്യം ക്ഷയിച്ച, പ്രതീക്ഷകൾ തകിടം മറിഞ്ഞ, പങ്കുവെക്കാൻ കഴിയാത്ത ഉൾമുറിവുകളാണ്. ഏറ്റെടുത്ത ആത്മാവിൽ ആരാധിച്ചാട്ടെ. ആ കരങ്ങളെ ഒന്ന് ആരോഗ്യത്തോടെ അടിച്ചാട്ടെ സൗരന്മാരെ.
ആമേൻ, ഹല്ലേലൂയ. അനങ്ങാപ്പാറ പോലെ ഇരിക്കരുത്. ഇന്ന് രാത്രി എന്നെ നിന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, നിന്റെ സ്ഥിതി മാറ്റുന്ന ശബ്ദം, നിന്റെ സിറ്റുവേഷൻ മാറ്റുന്ന ശബ്ദം, നിന്റെ മാനസിക തകർച്ച മാറ്റുന്ന ശബ്ദം, നിന്റെ ഫാമിലിയിലെ ഉടഞ്ഞ അവസ്ഥകളെ ഈ കഷ്ടത എന്റെ അവസാനമല്ല, ഈ ക്രൈസിസ് എന്റെ അവസാനമല്ല. ഓ ഹല്ലേലൂയ. ഉള്ളു തുറന്നൊന്ന് പറഞ്ഞേ, ആത്മാവ് ഇന്ന് രാത്രിയിൽ നീ ഇവിടെ ഇരുന്ന് മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ നിന്റെ ക്രൈസിസിന്റെ ഏരിയയിലേക്ക് അവൻ തന്റെ റിലീഫ് അയക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യത്തോടെ 2-3 ഹല്ലേലൂയ പറഞ്ഞാൽ മക്കളെ, അതരം തുറന്ന് അല്പ സെക്കൻഡുകൾ ദൈവത്തെ മഹത്വം കൊടുത്തിയാട്ടെ. എല്ലാവരും ഷൗട്ട് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാനൊരു ലൂതറൻ പള്ളിക്കകത്ത് 14 രാത്രി കൺവെൻഷൻ പ്രസംഗിച്ചു. സ്തോത്രം. 3-ാമത്തെ ദിവസം ആ പള്ളി നിറച്ചാളാ. സ്തോത്രം. ഒത്തിരി ദൈവപ്രവൃത്തികൾ കർത്താവ് അവിടെ ചെയ്തു. സ്തോത്രം. ഞാൻ ഏത് മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ഒരു ഇരുമ്പ് എത്ര മൂർച്ചയുള്ളതാണേലും നടന്നുപോയി ഒരു ആപ്പിൾ കണ്ടിച്ചിട്ടില്ല. ഉണ്ടോ? നാട്ടിലെ കോടാലി രാവിലെ എഴുന്നേറ്റ് പോയി ഒരു മരം മൂടോട് മുറിച്ചിട്ട സ്റ്റോറി വല്ലതും ഉണ്ടോ? സ്തോത്രം. നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും, എത്ര ടാലന്റഡ് ആണെങ്കിലും, എത്ര സ്കില്ലുള്ളവരാണെങ്കിലും ഒരു ജീവനുള്ള കൈ എൻ്റെ പുറകിലുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി എവിടെയെങ്കിലും നീ ശോഭിക്കുന്നെങ്കിൽ, തിളങ്ങുന്നെങ്കിൽ, മാന്യനായി മാറിയെങ്കിൽ നിന്നെ ഉപയോഗിക്കുന്ന ഒരു കരം നീ അറിയാതെ നിന്റെ പുറകിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുത്തേ, എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. അവിടെ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ സ്തോത്രത്തോടെ വരണം. മെസ്സേജ് കേൾക്കുമ്പോൾ മാത്രമല്ല. സ്തോത്രം. അവന്റെ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞാൻ നിന്റെ ആലയത്തിലേക്ക് ചെല്ലും. വെള്ളിയാഴ്ച ആയി പോയല്ലോ എന്ന് ചിന്തിക്കരുത്, ഞായറാഴ്ച ആയി പോയല്ലോ എന്ന് ചിന്തിക്കരുത്. ഞായറാഴ്ച കിട്ടിയതിനായി സ്തോത്രം, ഒരു വെള്ളിയാഴ്ച കിട്ടിയതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ദൈവമക്കളെ, വരാത്തവരെ ഓർത്ത് നീ വരാതിരിക്കരുത്. ഇന്നാരും വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല, അങ്ങനെയല്ല. ഇടത്തുള്ളവൻ ആരാധിച്ചില്ലേലും വലത്തിരുന്നവർ വന്നില്ലേലും എനിക്ക് ആരാധിച്ചേ പറ്റത്തുള്ളൂ. കാരണം നടത്തിയ വിധം എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അമേ, യഹോവയുടെ ആലയത്തിൽ പോകേണ്ട സമയം എത്ര തിരക്കുണ്ടെങ്കിലും പ്രയോറിറ്റി അതിനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിനക്ക്, നീ 100 ദിവസം നെടുവീർപ്പെട്ട് നിലവിളിക്കുന്നത് 1 നിമിഷം കൊണ്ട് ഒരു ആരാധനയിൽ വെളിപ്പെട്ടാൽ അത് അഴിഞ്ഞിരിക്കും. ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്. സ്തോത്രം. നീ ഒത്തിരി ഉത്കണ്ഠപ്പെടേണ്ടി വരികയില്ല. ഈ ജീവന്റെ വചനം ഈ രാത്രി നിന്റെ തലമുറയിൽ, നിന്നിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ ചർച്ചിൽ, നിന്റെ സെല്ലുകളിൽ, നിന്റെ ദാമ്പത്തിക ജീവിതത്തിൽ, നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങൾ, നാട്ടിലായിരിക്കുന്ന നീ ആരംഭിച്ചിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഹല്ലേലൂയ ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ലൂതറൻ പള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ 2 ഇരട്ടിയുണ്ട്. ആ പള്ളിക്കകത്ത് ഒരു നിലവിളി, ആ പള്ളിക്കകത്ത് സ്തോത്രം നിലവിളി. പ്രസംഗമത്തെ ഞാൻ ചോദിച്ചു, ക്യാവുകയാ? പ്രസംഗമത്തെ ഞാൻ ചോദിച്ചു, ക്യാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുച്ചേ കൺകുതിര കാട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുച്ചേ കൺകുതിര. ലോകത്തിൽ ഏറ്റവും വലിയ പഴുതാരയുള്ളത് ആന്റെ മനസ്സിലാണ്. ലോകത്തിൽ ഏറ്റവും വലിയ പഴുതാരയുള്ളത്, വലിയ പഴുതാര 1 അടി നീളത്തിൽ കൂടുതൽ വരും. വലിയ പഴുതാര 1 വീതി വരും. തിളച്ച വെള്ളം ഇത്രയും വീതി അവിടെ വെച്ചേക്കും. തിളച്ച വെള്ളം ആ സീസൺ വരുമ്പോൾ അവിടെ വെച്ചേക്കും. ആ സീസൺ അതുകൊണ്ട് അതിനെ നേരിടാൻ പറ്റത്തുള്ളൂ. അടപ്പിലെപ്പോഴും തിളച്ച വെള്ളം പറ്റത്തുള്ളൂ. അടപ്പിലെപ്പോഴും വിഷം മൂത്ത ഒരു കൊച്ച് പാമ്പിന്റെ കൂട്ടം മൂത്ത ഒരു കൊച്ച്, ചിലതിന് നീളം കാണും, വലിയ വളഞ്ഞതിന് ചിലതിന് നീളം കാണും. സ്തോത്രം. അപ്പൊ അതാ കടിച്ച, അത് കടിച്ച 24 മണിക്കൂർ നെഞ്ചിലരപ്പ, കടിച്ച 24 മണിക്കൂർ നെഞ്ചിൽ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആത്മനിയോഗത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, തെരഹാത്തുണ്ടാക്കി ബോലോജി ഹല്ലേലൂയ. നിന്റെ കരം ഉയർത്തി നീ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞു. അവൻ ഒറ്റ ഹല്ലേലൂയാവും, ജീവനോടുള്ള ഒരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞു. കരച്ചില് നിന്നു. ഞാൻ വിചാരിച്ചു തീർന്നോ. ഞാൻ ചോദിച്ചു, അബി കൈസേ ഓ ഹല്ലേലൂയ മുझे ചങ്ങായി കിയോ? പിടികിട്ടിയോ? സ്തുതി ശുദ്ധമാണെങ്കിൽ ഒറ്റ ഒരു ഹല്ലേലൂയ മതി. കരങ്ങൾ ഉയർത്തി എവിടെയും സൂചിച്ചാണ്.
Praise the Lord. അതുകൊണ്ട് സ്തുതി ശുദ്ധമാണെങ്കിൽ നിനക്കെതിരായി നിൽക്കുന്ന എല്ലാ ഇടിയും നിനക്കെതിരായി നിൽക്കുന്ന എല്ലാ ഇടിയും നീ ആത്മനിറവിലൊന്ന് സഞ്ചരിച്ചു നോക്കിക്കേ. ആത്മനിറവിൽ എൻ്റെ കർത്താവിനോട് കൂടെ ഒന്ന് നടന്ന് നോക്കിക്കോട്ടെ. ഈ പൊട്ടച്ചെല്ലും കളിവാക്കും വേണ്ടാത്ത കാര്യങ്ങളിലുള്ള തലയിടിയിലും എല്ലാം ഒന്ന് കളഞ്ഞേച്ച് നിന്റെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ എൻ്റെ ദൈവത്തോട് ഒരുമിച്ച് ഇച്ചിരി സമയം ഒന്ന് ചെലവഴിച്ച് ആകാത്ത ചപ്പും ചവറിനകത്തും നീ കൈയിടാതെ, ആകാത്തതിനകത്തെല്ലാം നീ ഫോർവേഡ് ചെയ്യാതെ, ആകാത്തതിനകത്തെല്ലാം കയറി നിന്റെ വിരലുകൾ കിടന്ന് മേയാതെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തോട് ഒരുമിച്ച് ഒരു നിമിഷം ഒന്ന് ഹൃദയം തുറന്ന് ഉള്ള പ്രബല ഘടകതിരി ദൈവമക്കളെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി വചനം കേൾക്കുന്നതിനനുസരിച്ച് അതൊരു തീയായി വ്യാപരിക്കട്ടെ, അതൊരു വിടുതലായി വ്യാപരിക്കട്ടെ, അത് ജീവനായി വെളിപ്പെടട്ടെ. അന്ധരാജുകിനി ഘടകതിരി അർമ്മന പ്രബല ഘടകതിരി ഊഠാരാജാനകസ്യ അതുരാധനകടെ അന്ധരാജുമന ഘടകതിരി ഏറ്റെടുത്ത ആത്മശക്തിയോട് ആരാധിക്കട്ടെ. ഈ രാത്രി നിന്റെ നെടുവീർ പഴിയട്ടെ. നീ എന്റെ രട്ടഴിച്ചെങ്കിൽ ആ വചനം നിനക്കുള്ളതല്ലയോ? അമേ ഹല്ലേലൂയ, അമേ. എന്റെ വിലാപത്തെ അവൻ നിർത്തമാക്കിയ വചനമുണ്ടെങ്കിൽ അത് നിനക്കും കൂടെ ഉള്ളതല്ലേ? ഈ രാത്രി സ്ഥിതി മാറ്റുന്ന ദൈവം ഏറ്റെടുത്ത ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ മഹത്വത്തിനായി Praise the Lord. Praise the Lord. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതം ഒത്തിരി കൺഫ്യൂഷൻ ആകുന്ന സമയങ്ങളുണ്ട്. എൻ്റെ ആയുസ് മുഴുവൻ ഭാരതത്തിൽ സുവിശേഷീകരണത്തിനായി തന്നെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. വിദേശ രാജ്യങ്ങളിൽ 2 പ്രാവശ്യം പോയി. അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് സ്ഥിരമാകാനുള്ള അവസരങ്ങൾ എനിക്ക് വന്ന അന്നേരമൊക്കെ കർത്താവിൻ്റെ ആത്മാവിനെ വിലക്കി. 87 അവസരം വന്നു, 97 അവസരം വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴെല്ലാം കർത്താവ് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഓടാനുള്ള ഒരു നല്ല യൗവന സമയമൊക്കെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ എത്ര പെട്ടെന്ന് വരണമെന്ന് ജോർജ് വാസനോട് പറഞ്ഞാലും പുള്ളി വണ്ടി ഓടിക്കുന്ന സ്പീഡല്ലാതെ ശരീരത്തിൻ്റെ വേഗത അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങെത്തും, അത് വേറെ കാര്യം. പക്ഷേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരം മനസ്സ് വരുന്നിടത്ത് വരാത്തൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ 3 വർഷത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ വചനത്തിനായി ദാഹിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിലേക്ക് ലോകരാജ്യങ്ങളിൽ ഞാൻ നിന്നെ അയക്കാൻ പോകാം, നീ അതിന് ഒരുങ്ങണം. എൻ്റെ ബുദ്ധി കൊണ്ട് എന്ന് ചേർത്താവേ ഒരു പരുവായിരിക്കുന്ന ഇനി ഞാനെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇനി നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിച്ച് എങ്ങനെയും മരിച്ചവരെ ഓർപ്പിച്ചില്ലേലും മരിക്കാതെ അങ്ങ് പോകണം. സ്തോത്രം. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പോകണം. വേല തികച്ച ഒറ്റ നിമിഷം പിന്നെ നമ്മുടെ ജീവിതം ഇവിടെ ആകാൻ പാടില്ല, പിന്നെ വേസ്റ്റാ. സ്തോത്രം പറഞ്ഞില്ല. നിത്യതയുടെ കാഴ്ചപ്പാടാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. ഇവിടുത്തെ പാട്ടവണ്ടി, ഇവിടുത്തെ ഒരു കാറ്റിനും കുലുക്കിനും ഇല്ലാത്ത കെട്ടിടമൊന്നും അല്ല നമ്മുടെ പ്രശംസ. ഇത് പുറംകൂടാ, ഇതല്ല ഷാജിപ്പാസ്, ഇതിനകത്താ, ഇത് മണ്ണാങ്കട്ടയാ, ഇത് നമ്മളെ കൊണ്ടു നടക്കുന്ന ടെമ്പററി ഹട്ടാ. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഇതിനെത്ര പൂശിയാലും ഇത് അഴുകും. നേരത്തോട് നേരമാകുമ്പോൾ ദശലക്ഷക്കണക്കിന് പുഴുക്കളുടെ മുട്ടയിനകത്ത് രൂപം കൊള്ളും. 5 ദിവസം കഴിയുമ്പോൾ ഇത് മുഴുവൻ പുഴുക്കളായി വെളിവരും. എന്തിലാ പ്രശംസിക്കാൻ? ഇവിടെ ഉണ്ടോ? അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പം കൈ അടിക്കാൻ കിട്ടുന്ന സമയം അടിച്ചോണം കേട്ടോ. സ്തോത്രം. ഭാവിസ്ഥാനത്തിൽ തുറക്കുന്നവനെ അത് നിറയത്തുള്ളൂ കേട്ടോ. ആർത്തിയുള്ളവന് മാത്രമേ തൃപ്തി വരുത്തത്തുള്ളൂ കേട്ടോ. സ്തോത്രം. അന്വേഷിക്കുന്നവനെ അത് കണ്ടെത്തുള്ളൂ കേട്ടോ. എന്റെ ദൈവനോട് സംസാരിക്കണമെന്ന് ഇടപെടുന്നവനോട് മാത്രമേ ദൈവാത്മാവിന് സംസാരിക്കാൻ കഴിയത്തുള്ളത്. ഇന്ന് രാത്രി ദാഹമുള്ള ഒരു കൂട്ടം ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നത്. സ്തോത്രം. ഒരു ദൈവദാസനെ അയച്ചിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ ഒരു ദൈവാലയന് പറയാം. ഞാൻ പത്തനാപുരം വഴി ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിൽ വന്ന് ഒരു അരുളപ്പാട് പറയണം തോന്നി. എന്നാ അരുളപ്പാട്? പല രാജ്യങ്ങളിൽ ദൈവശബ്ദമായി പോകാൻ സമയമായി. ഞാൻ ചിരിച്ചു. കാരണം തലേദിവസം ദൈവം എന്നോട് പറഞ്ഞ. ഞാൻ പറഞ്ഞ ദൈവദാസന്മാരെ, ഒത്തിരി വിസിറ്റിംഗ് പാസ്റ്റേഴ്സൊക്കെ
ഇഷ്ടംപോലെ ഇട്ടിച്ച് തള്ളുക, മണ്ണിച്ചിടുങ്ക, അവരെല്ലാം പോട്ടെ. ഞാൻ പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ, കർത്താവേ, പണ്ടൊരാളോട് ദൈവാത്മാവിടെ വിട്ട്, മോനെ, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പം അദ്ദേഹം ദൈവസ്ഥനെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞ, കർത്താവേ, അടിയനിതാ, അളിയനെ അയക്കണേ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ എൻ്റെ അടുക്ക വന്നു. പാസ്റ്റർ, ഒരു ദൈവാലോചന പറയാൻ വന്നേ. അമ്മ, എന്താ ദൈവാലോചന? പരിശുദ്ധാത്മാവ് പറഞ്ഞതിനോട് മറുതലിച്ചാൽ രോഗിയായി കിടക്കും. അതുകൊണ്ട് ശുശ്രൂഷ തീർന്നില്ല, യാത്രയ്ക്കൊരുങ്ങണം. സ്തോത്രമില്ലെങ്കിൽ ദൈവദാസൻ രോഗിയായി കിടപ്പിലാവും. ദൈവമക്കളെ, ഞാനും നിങ്ങളും എവിടെ, എപ്പോൾ, എവിടെ എത്തണം, എന്താകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. വയറിനും വസ്ത്രത്തിനും മെറ്റീരിയലിസ്റ്റിക്കായതും മാത്രം വാങ്ങാൻ ഈ നാമത്തെയും വചനത്തെയും ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല. പക്ഷേ നിത്യതയുടെ വെളിപ്പാട്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, നിത്യതയുടെ വെളിപ്പാട്. ചേർന്ന് എന്നോട് ഒരുമിച്ച് ആമേൻ പറയാം. സ്തോത്രം. നമ്മട്ടു തീർത്താവേ, നിന്റെ ഇഷ്ടം അങ്ങനെയാണ്, എങ്ങനെ ആയിക്കോട്ടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുവൈറ്റിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഷാജി പാസ്റ്ററെ, 10 വർഷമായി ഞങ്ങളുടെ ചർച്ച ആരംഭിച്ചിട്ട് ഞങ്ങൾക്കൊരു കൺവെൻഷൻ വെക്കാൻ ആഗ്രഹമുണ്ട്. ഒത്തിരി പ്രഭാഷകരെ ഞങ്ങൾ നോക്കി, വിഷയം അങ്ങോട്ട് വെക്കുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ ദാസനെ വിളിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കൊണ്ടുവരണം. സ്തോത്രം. 25 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് വേല ചെയ്തതാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ ഞങ്ങൾ അതിന് ശേഷം കോണ്ടാക്ട്സ് ഒന്നുമില്ല. സ്തോത്രം. ഇപ്പം കമ്മിറ്റിക്കാരുടെ കയ്യിൽ കാര്യം വിട്ടു, അവർ ഡിസ്കഷൻ ചെയ്ത് പലരും നോക്കിയിട്ട് അവർക്കങ്ങോട്ട് ഒരു എന്തോ എനിക്കറിയത്തില്ല, ഇവിടെ പാസ്റ്ററിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ പാസ്റ്റർ നെറ്റിൽ കയറി നോക്കി, ഷാജി മാത്യുയുടെ മകൻ എവിടെയോ നീർപ്പാറ കൺവെൻഷന് പ്രസംഗിക്കുന്നതുകൊണ്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവായി ചെലുത്താം. സ്തോത്രം. നാം നമ്മുടെ മഹത്വം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ദുഃഖിച്ചാൽ പോരെ. നമുക്ക് ഇഷ്ടങ്ങളില്ലെങ്കിൽ എവിടെയാ വഴക്ക്? ആത്മീയന് വഴക്കില്ലല്ലോ, കാരണം വ്യക്തി താല്പര്യം ഇല്ലല്ലോ. ദൈവത്തിന്റെ മഹത്വം ആഗ്രഹിക്കുന്നതിന് വഴക്കില്ലല്ലോ. കർത്താവിന്റെ ഇഷ്ടം നടന്നാൽ പോരെ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്നോട് ചേർന്നാണോ ദൈവത്തെ സ്തുതിക്കുന്നത്? സ്തോത്രം. നമ്മുടെ ഇഷ്ടങ്ങൾ മരിച്ചിട്ട് ദൈവ ഇഷ്ടം എൻ്റെ ഇഷ്ടമായി മാറുമ്പോഴാണ് റിയലി നമ്മുടെ കണ്ണ് തുറക്കുന്നത്. ഉത്കണ്ഠ ദൈവാത്മാവ് എടുത്തു കളഞ്ഞ പിന്നെ നിനക്ക് ആകുലതയ്ക്ക് എവിടെയാ? സ്തോത്രം, 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 സ്തോത്രം. എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കണേ. വിസ വന്നു. ഞാൻ എറണാകുളത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് പോയി പെരുമ്പാവൂർ പോയി വിസ വാങ്ങി വീട്ടിൽ വരുമ്പോൾ എൻ്റെ മൂഡ് പോയി. എത്രയോ സർമണുകൾ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ കുവൈറ്റിൻ്റെ വിസ എൻ്റെ കൈ കിട്ടിയതിന് ശേഷം ജോർജ് പാസ്റ്റർ എൻ്റെ തലയ്ക്കകത്തൊരു വാക്കിയില്ല. എല്ലാം എന്താ പറയേണ്ടി, സുനാമി അടിച്ചു പോയതുപോലെ വല്ലതും പോയി. ഞാൻ ഭയപ്പെട്ടു. ഞാൻ തീരുമാനിച്ചു, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോക്ക. അതുകൊണ്ട് ആ പാവപ്പെട്ട ദൈവമക്കളെ നോവിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ വിചാരിച്ചു, ശരി, അവർക്ക് ജോസ് പാസ്റ്ററിനെ വിളിച്ച് പറയാം, പാസ്റ്ററെ, എനിക്ക് എന്തോ മനസ്സിന് നല്ല ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, വരാൻ മറ്റൊരാളെ, യോഗ്യനായ ഒരാളെ നിയമിക്കാമെങ്കിൽ കൊള്ളാം. അങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ, ഇങ്ങനെ മനസ്സിൽ നോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രകാശനങ്ങളുമില്ല. നമുക്കറിയാലോ, ഒരു ദേശത്ത് ഇവിടെ ബുക്ക് ചെയ്ത നാൾ മുതൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥനയാണ്. ആ നിയോഗം എൻ്റെ പുറകെ കിടപ്പുണ്ട്. സ്തോത്രം. പക്ഷേ എനിക്ക് ഒന്നും ബ്ലാങ്ക, ഒന്നും കാണുന്നില്ല. തൂത് മറക്കരുത്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും.
നിങ്ങളെ അവിടെ നിന്ന് വലിച്ചു കയറ്റും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എൻ്റെ മോളെന്ന് യുക്രൈനിലാണ്. ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഡാഡി പോകുന്നില്ല കുവൈറ്റിൽ. എന്നോട് ചോദിച്ചു, എന്താ? യു ആർ മാൻ ഓഫ് ഗോഡ്, എന്താ പപ്പ പോകാത്തെ? പറഞ്ഞു, മോനെ ഒരു മെസ്സേജ് എൻ്റെ തലയിൽ, എൻ്റെ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഒത്തിരി ആക്സിഡൻറ്റുകൾ എനിക്കുണ്ടായ, 14 ആക്സിഡൻറ്റ് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി സർജറികളിലുള്ള അനസ്തേഷ്യ പ്രശ്നമാണ്, എന്താ അറിയത്തില്ല മോനെ, ഒന്നും അപ്പായുടെ പരിപാടിയൊക്കെ തീരുന്ന ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കുഞ്ഞിനൊരു മെസ്സേജ് ഇട്ടു, ഡാഡി, ദ ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഈസ് അറ്റാക്കിങ് യു. നീ ആ രാജ്യത്ത് കാലുകുത്തിയാൽ അനേകർ വിടിവിക്കപ്പെടും. ഇത് മുന്നറിഞ്ഞ പിശാച് നിന്റെ മാനസിക മണ്ഡലത്തിനോട് യുദ്ധം ചെയ്യുക. പെട്ടെന്ന് എന്റെ കണ്ണു തുറന്നു. സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം. ഉപവാസം ഡിക്ലെയർ ചെയ്തു. സ്തോത്രം. എൻ്റെ 7-ാം ദിവസം എനിക്ക് പോകണം. എൻ്റെ കൂട്ടാളിയോട് പറഞ്ഞു, ഭക്ഷണം വേണ്ട, ഞാൻ ദൈവസനെ ഇരിക്കുക. എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിരന്തര ഉപവാസം നല്ലതാണോ? ഞാൻ പറഞ്ഞു, ഞാനൊരു വെളിപ്പാടിലാണ് ഉപവസിക്കുന്നത്. സ്തോത്രം. പൂർണ്ണവാസത്തോടെ 7-ാമത്തെ ദിവസം അവിടെ ചെന്നിറങ്ങി. ഭക്ഷണത്തിന് അവർ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ ഭക്ഷണം വേണ്ട. അവർ പൂച്ചണ്ടൊക്കെ തന്ന് കാര്യമായിട്ട് സ്വീകരിച്ച്. ഞാൻ പറഞ്ഞു, ഭക്ഷണമൊന്നും വേണ്ട. എന്നോട് ചെന്നാ പറഞ്ഞു, ഫാസ്റ്റിങ്ങില്ല. അയ്യോ, മരുഭൂമി ഒന്നും ഉപവസിക്കല്ലേ, ഒന്നാമത് പാസ്റ്റർ ഹെൽത്ത് ആകെ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. സ്തോത്രം. എനിക്കറിയാം, ഫ്ലൈറ്റ് എന്ന് ആ ഗ്രൗണ്ടിൽ കാലുകുത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം, ഒരു നെഗറ്റീവായൊരു ചോദ്യം, ഈ കുവൈറ്റിൽ നിനക്കെന്ത് കാര്യം? ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും അറിയുന്നില്ലെങ്കിലും ആത്മനിറവ് പ്രാപിച്ച നീ കാലുകുത്തിയെടുത്തൊക്കെ വെല്ലുവിളികളുണ്ട്. പക്ഷേ പാറ്റിക്കളയവൻ എത്ര കുതിച്ചു ചോദിച്ചിട്ടും കൊടുക്കാതിരുന്നൊരു കാര്യമുണ്ട്. തുടരുതെന്ന് മേളിന്നൊരു ഓർഡറാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ആത്മമർമ്മം നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അല്ലാതെ നമ്മുടെ കെപ്പും പ്രാപ്തിയും ആരോഗ്യം കൊണ്ടൊന്നും അല്ല പിടിച്ചു നിന്നത്. തൊട്ടുപോയേക്കരുന്ന് ആത്മാവ് പറഞ്ഞു. പത്രോസിനോട് കാര്യം വിവരിച്ച് പറയുന്നുണ്ട് ദൈവം. പല പ്രാവശ്യം ചോദിച്ചു, പക്ഷേ ഞാൻ അനുവദിച്ചില്ലെന്ന്. മറ്റൊരാൾ തകർന്നപ്പോ നീ തകരാതിരുന്നത് നിന്റെ കാഴ്ചപ്പാട് കൊണ്ടല്ല, കൃപ നിന്നോട് കൂടെ ഇരുന്നോണ്ടാ. മറ്റൊരാൾ തകർന്ന തരിപ്പണമായി എല്ലാം നഷ്ടപ്പെട്ട് കെട്ടിപ്പറക്കി വർഷങ്ങളുടെ പഴക്കം പറഞ്ഞവൻ നാട് വിട്ടപ്പോൾ നിന്നോട് കൂടെ ഇരുന്ന ദൈവകൃപയാ ഈ കസേരയിൽ, ഈ കാർപ്പറ്റിൽ ഇന്ന് രാത്രി വന്നിരിക്കുന്നത് തിരിച്ചറിയുന്നവർ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം, സ്തുതിക്കണം, സ്തുതിക്കണം. ദുഷ്ടന്റെ വിധിയെടുത്തുകൾ ദൈവാത്മാവ് മാറ്റിയെടുത്തത് കൊണ്ടല്ലേ ഈ രാത്രിയിലും നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഈ രാത്രി ആത്മാവ് നിനക്ക് ബലം തന്നിരിക്കുന്നത്. സ്തോത്രം. മക്കളെ, ആ യുദ്ധം കണ്ടിന്യൂ ചെയ്യുക. സ്തോത്രം. എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം അവിടെ ആ 30 days ഞാൻ താമസിച്ച് പല്ലും കൊണ്ടുവന്ന് നോക്കിയിട്ട് അവരെ വിടത്തില്ല. അവർ ഓരോ ദിവസം എന്നോട്, പാസ്റ്റർ 5 minute ഞാൻ കണ്ടിന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറയും, എനിക്ക് നിയോഗമായില്ല, എൻ്റെ വെറും കൈ നിങ്ങളുടെ തലയിൽ വെച്ച ഒന്നും നടക്കത്തില്ല. വെയിറ്റ് ചെയ്യും. ശുശ്രൂഷഴി എൻ്റെ മുറി കരുമ്പോൾ അതിലടക്കി മുട്ടയിരുന്ന് കരയാൻ തുടങ്ങും. പക്ഷെ 14-ാമത്തെ ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, ആ കുടുംബത്തിന് വേണ്ടി നീ ഒരു വാക്ക് പ്രാർത്ഥിക്കേണ്ട സമയമായി. ദൈവമക്കളെ, നമ്മളെ വിടുവിക്കാൻ ദൈവം എഴുതി വെച്ച ഒരു ഡേറ്റൊക്കെ ഉണ്ട്, ഒരു സമയമുണ്ട്. അത് തെറ്റത്തില്ല. ഞാൻ പറയുന്നു, ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്ന് രാത്രി നിന്റെ ശവക്കുഴി തുറക്കും എന്നുള്ള വചനം നിന്റെ മേലാണെങ്കിൽ അത് നാളെ അല്ല, ദൈവഭൃത്യൻ ആശീർവാദം പറയുന്നതിന് മുമ്പ് തന്നെ അത് നടന്നിരിക്കും. വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കും. ഏറ്റെടുക്കുന്നവരിൽ അതിന്റെ ബ്രേക്ക് ത്രൂ ഈ രാത്രി വെളിപ്പെടും. ഓ, സിറ്റുവേഷൻ എത്ര വേഴ്സ്റ്റ് ആയാലും, ഓ ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിന്റെ മകന്റെ കൊടുനാട്. സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞു, വിൽസനും റെയും വന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി അല്പം മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ മുട്ടുമേ നിൽക്കുക. വിൽസനോട് ചോദിച്ചു, വിൽസൻ എന്താ വിൽസന്റെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞാട്ടെ. സ്തോത്രം.
പാസ്റ്ററെ, ദൈവസന്നിധി വരുമ്പോൾ എനിക്ക് കരയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഹൃദയം ഭയങ്കര കഠിനമാണ്, എനിക്ക് കരയാൻ പറ്റത്തില്ല. നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു ദൈവസന്നിധി വരുമ്പോൾ എനിക്ക് കരയണമെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ മുറിക്കുള്ളിൽ വലിയ ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടു. കണ്ണീരോടെ പ്രാർത്ഥിക്കുക, കർത്താവേ, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്മേൽ നിന്റെ കരം വയ്ക്കണേ. ദൈവമക്കളെ, 2 വാക്കേ പ്രാർത്ഥിച്ചുള്ളൂ. ആ മുറിക്കകത്തൊരു പൊട്ടിക്കരച്ചിൽ വെളിപ്പെട്ടു. എപ്പോഴും വിൽസാന്ന് വിളിച്ച അന്നേരെ കരയും. എന്താ കാര്യം? ദൈവം തൊട്ടപ്പോൾ ദാവീദ് പറയുന്നു, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കരയുന്ന ഒരു കണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ഒരാത്മാവിന്റെ വിധസ്ഥലമാണെന്ന് മനസ്സിലാക്കിക്കണം. കണ്ണുനീരൊഴുക്കുന്ന ഒരു പിതാവ് ഒരു വീട്ടിലുണ്ടെങ്കിൽ, അമ്മേ, ആർപ്പോടെ കൊയ്യുന്ന നാളുകൾ നീ അത് ശേഖരിച്ചു വെക്കുക. കരയുന്ന അമ്മച്ചിമാർ, സകയുന്ന സഹോദരിമാർ, അമ്മേ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ നാളെയുടെ ദിവസങ്ങളിൽ മഹത്തായ ദൈവപ്രവൃത്തിയുടെ ഹാർവസ്റ്റ് നിനക്ക് കണ്ണാലെ കാണാൻ പറ്റും. സ്തോത്രം. ആ ദൈവപ്രവൃത്തി ആ മുറിക്കുള്ളിൽ നടന്നു കഴിഞ്ഞപ്പോൾ ആ ടെറിട്ടോറിയൽ സ്പിരിറ്റിന്റെ അറ്റാക്ക് വിട്ടുപോയി. കേൾക്കുന്നുണ്ടോ? വിട്ടുപോയി. മക്കളെ, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് കളി അല്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കുക. ഈ ശുശ്രൂഷ നമുക്ക് 4 പേരെ കൊണ്ട് പോയി ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എന്തായാലും ജോർജ് പാസ്റ്റർ 4 പേരെ കൊണ്ട് പോയി ഇരിക്കുകയല്ലോ. എന്ന് പുതിയ സഭ, ജോർജ് പാസ്റ്റർ ആയുസ് മുഴുവൻ ഇവിടെ ഇരിക്കുകയല്ലോ. അന്ന് നമുക്ക് പുതിയ സഭ ഉണ്ടാക്കാന്നൊന്നും ചിന്തിച്ചു കളയരുത്. ഇതൊന്നും നമ്മുടെ കുടുംബസ്വത്തല്ല. നിങ്ങൾക്കറിയില്ലേ? ഇതൊന്നും നമ്മുടെ കുടുംബസ്വത്ത്. ശുദ്ധാത്മാവിനറിയാം ആരെ, എവിടെ, എന്ന്, ഏത് സമയത്ത് എപ്പോൾ നിയോഗിക്കണം, ആക്കണം. ആരെ, എവിടെ, എന്ന്, ഏത് സമയത്ത് എപ്പോൾ നിയോഗിക്കണം, ആക്കണം, ചെയ്യണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പറയാം. മോശം മരിക്കാൻ സമയമായപ്പോൾ ദൈവം പറഞ്ഞു. മോശം മരിക്കാൻ സമയമായപ്പോൾ ദൈവം പറഞ്ഞു, കർത്താവേ, ഈ ജനത്തെ നേരായ പാതയിൽ നയിപ്പാൻ. മോശദൈവത്തോട് കരുതുന്ന കർത്താവേ, ഈ ജനത്തെ നേരായ പാതയിൽ 40 വർഷമാണ് നിയമിക്കണേ. മോശയുടെ 40 വർഷം വെള്ളമൊഴിച്ചു കൊടുത്ത മോശയുടെ കൈക്ക് യോശുവയെ വെള്ളമൊഴിച്ചു കൊടുത്ത യോശുവയെ വിളിക്കാൻ പറഞ്ഞു. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? യുദ്ധത്തിന്റെ നായകനായിരുന്നു അദ്ദേഹം. യുദ്ധത്തിന്റെ നിന്റെ ശുശ്രൂഷ നായകനായിരുന്നു അദ്ദേഹം. എന്റെ ജനത്തിന്റെ ദേശത്ത്, സ്തോത്രം, എന്റെ ജനത്തിന്റെ ദേശത്ത് ഒരു തഹസീൽദാരുടെ പണി ചെയ്യണം. അമേൻ. ഒരു തഹസീൽദാരുടെ പണി തിരിച്ചളന്ന് നീ കൊടുക്കണം. ഏറിയ എല്ലാം തിരിച്ചളന്ന് എല്ലാവരുടെയും മുമ്പേ വെച്ച് അഭിഷേകം ചെയ്തു. മോശയോട് വളരെ മുമ്പിലുള്ള അഭിഷേകം, മഹത്വത്തിന്റെ ഒരു അംശം. മോശയോട് പറഞ്ഞ നിന്നിലുള്ള മഹത്വത്തിന്റെ ഒരു അംശം. ജനം പറയാം, അന്ന് യഹോവ സകല ജനം പറയുകയും, കണ്ണ് യഹോവ സകല ജനത്തിന്റെയും വലിയവനാക്കി. യോശുവേ വലിയവനാക്കി. മീനിങ് വലിയവനാക്കി. ഫിസിക്കൽ ലെങ്ത് കൂട്ടിയോ? വലിയവനാക്കി. ആണോ? ഫിസിക്കൽ ലെങ്ത് കൂട്ടിയോ? നമ്മൾ ഉദ്ദേശിക്കുന്ന മാനദണ്ഡമൊന്നും അല്ല ഈ ജനം കീഴ്പ്പെടാൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന മാനദണ്ഡമൊന്നും അല്ല ഈ ജനം കീഴ്പ്പെടാൻ ഇടയാകുന്നത്. മേളിന്നൊരു നിയോഗം പകർന്നു. ചേർന്ന് ആമീൻ പറ. അവൻ വലിയവനാക്കിയാൽ. യോശുവ 1:5 ദൈവം യോശുവയോട് പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തരും ഇനി നിന്റെ മുമ്പാകെ നിൽക്കത്തില്ല. കാരണം എന്താ? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ബലവാനും നിന്നെ വിറപ്പിക്കാൻ പറ്റില്ലെന്നേ. ഓ, ഒരു സ്താർക്കികനും നിന്നെ തകർക്കാൻ പറ്റില്ലെന്നേ. കാരണം നീ പറയേണ്ട മറുപടി ആത്മാവ് നിനക്ക് തരും. സ്തോത്രം, സ്തോത്രം. നിന്റെ വെല്ലുവിളികളെല്ലാം ദൈവത്തിന്റെ വെല്ലുവിളികളായി മാറും. നിന്റെ യുദ്ധങ്ങളെല്ലാം യഹോവയുടെ യുദ്ധങ്ങളായി മാറും. നിന്റെ പോരാട്ടങ്ങൾ മുഴുവൻ ആത്മാവിന്റെ പോരാട്ടമായി മാറും. ഏറ്റെടുക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഓ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് കർത്താവിനെ അല്പനേരം സ്തുതിച്ചാൽ നല്ലതായിരിക്കും.
ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അമ്മേ, നിന്നെ ഉയർത്താൻ ദൈവം നിശ്ചയിച്ച ദിവസത്തെ കണ്ട് സ്തോത്രം ചെയ്യും. നിന്നെ മാനിക്കാൻ, നിന്റെ കൂടാരത്തിൽ നിന്നെ പുറത്തെടുത്ത് 4 പേരുടെ നടുവിൽ വെച്ച് നിന്റെ മുഖത്തെ ആദരിക്കാൻ ദൈവം ഫിക്സ് ചെയ്ത ഡേറ്റ് കണ്ട് നീ സ്തോത്രം ചെയ്യ്. എന്നും വെള്ളം വഴി പാലിക്കുകയില്ല. നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വാസത്തോട് വിളിച്ചു പറ. നീ യുദ്ധം ചെയ്യാൻ അവന് മുൻനിരയിൽ നീ വീറുമ്പോട് അവൻ സമയം വേർതിരിച്ച്, ആരോഗ്യം വേർതിരിച്ച്, ധനം വേർതിരിച്ച്, ഫ്യൂൽ അടിച്ച് നീ യാത്ര ചെയ്യണമെങ്കിൽ മറന്നുകളയാൻ അനീതിയുള്ള ദൈവമല്ല, എഴുതി വെക്കുന്ന നിന്നെ ആദരിക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് സ്തോത്രം. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുമ്പോ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരയിൽ അതിഘോരമാ മേടുകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ അതിഘോരമാ മേടുകളിൽ തിരുരക്തം ചൊരിഞ്ഞവനേ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരും ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഓ ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുമ്പോ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. മൂന്നാമത് ദൈവം പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്നിട്ട് എന്ത് ചെയ്യും? അടുത്തത് ദൈവത്തിൻ്റെ റിയലായിട്ടുള്ള സ്വഭാവം അറിയുന്നത് ക്രൈസിസിന്റെ നടുവിലാണ്. ദൈവത്തിന് സ്തോത്രം.
എല്ലാവരും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു ഞാനങ്ങ് ചിന്തിച്ചു പോവുക. പക്ഷേ ഇങ്ങനെ വാക്യമുണ്ടല്ലേ, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ. സ്തോത്രം. ഈ എൻ്റെ ആദ്യത്തെ പൈതലിനെ ഇവിടെ ഞങ്ങൾ എൻ്റെ മനസ്സിന് പോകുമ്പോൾ ചെവി കേൾക്കാൻ കഴിയാത്ത ഒരു ദൈവദാസൻ, ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പോകാൻ നേരം ഞങ്ങളോട് പറഞ്ഞു, മോളെ കയ്യിലെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക. സ്തോത്രം. 28 ദിവസം കഴിഞ്ഞേ ഉള്ളൂ കുഞ്ഞ്. അവളോടുള്ള അരുളപ്പാട് പറയുക, ഇവളുടെ ഉപരിപഠനം മഞ്ഞ് പെയ്യുന്ന രാജ്യത്തായിരിക്കും. സ്തോത്രം. ഞങ്ങളങ്ങ് പോയി. ഒരു ദ്വീപിൽ ഞങ്ങൾ വേല ചെയ്യുമ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് രോഗിയായി. സ്തോത്രം. ഞാൻ പറഞ്ഞ പോയിന്റുകളൊന്നും മറക്കരുത്. നിങ്ങൾ ഈ മെസ്സേജെല്ലാം നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കാരണം എല്ലാം നമ്മൾ കേട്ട് സ്തുതിക്കുമെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ദൂത് കാണും. സ്തോത്രം. കാരണം ഉപ്പുകല്ലിന് ക്രിസ്റ്റലിന് ഒരു കോർണറല്ല, എത്ര കോർണറുണ്ട്? നാട്ടിൽ ചെന്നിട്ട് ഇനി ചാക്കിനകത്ത് ഉപ്പ് വെച്ചിരിക്കുന്നത് വാങ്ങിക്കണം. 1 കിലോ വാങ്ങിച്ച് ചുരുണ്ട എടുത്ത് നോക്കണം, എത്ര കോർണറുണ്ട്. ഒത്തിരി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് അതിനകത്തെല്ലാം മെസ്സേജുകൾ നിറഞ്ഞിരിക്കുക. സ്തോത്രം. പനി ഭയങ്കരം, കുഞ്ഞൊരു വല്ലാത്ത സ്ഥിതിയായപ്പോൾ എന്നോട്, ഞങ്ങൾ ദൈവിക രോഗശാന്തിയിൽ ഇങ്ങനെ അന്നേരം നിൽക്കുന്ന ഒരു സമയം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വൈഫ് പറയുന്നുണ്ട്, ചാ പ്ലീസ്, കുഞ്ഞിനിതൊന്നും അറിയത്തില്ലല്ലോ, നമുക്കങ്ങ് കൊണ്ടുപോകാം. അപ്പം ഈ സൗരന്മാർ ചില ശാഠ്യങ്ങൾ കാണിക്കുമ്പോൾ സൗരന്മാർ വടംവലിയൊന്നും നടത്തരുത് കേട്ടോ. എന്താ സൗരന്മാരെ? സ്തോത്രം. ശരി, നമുക്ക് പോവാം. സൈക്കിളിൽ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോവുക. വലിയ ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പം പോകുന്ന വഴിക്ക് ചുഴലിക്കാറ്റ് അടിച്ചു. പുറകിരിക്കുന്നവർക്ക് കേൾക്കാമോ? ചുഴലിക്കാറ്റടിച്ചു. കയ്യിൽ നിന്ന് കുട പോയി. അതിശക്തമായ പേമാരി. ഞങ്ങൾ നോക്കുമ്പം വീടുകളുടെ കോൾട്ടാർ ഷീറ്റ് അവിടെയുള്ള പല വീടുകൾക്കും അതെല്ലാം അന്തരീക്ഷത്തിലൂടെ പോവുക. പിന്നെ നമ്മുടെ കുട പോയതുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യമുണ്ട്. നനഞ്ഞ് കുളിച്ച് കുതിർന്ന് കുഞ്ഞ് സീരിയസാ. എങ്ങനെയായാലും ആ പെരുമഴയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഹോസ്പിറ്റലിന്റെ പകുതി ഭാഗവും വെള്ളത്തിലാണ്. ഡോക്ടറില്ല. അപ്പൊ തിരിച്ചു വരാനും പറ്റില്ല. തടി കൊണ്ടുപോകുന്ന ബംഗാളിക്കാരുടെ ഒരു ട്രക്ക് വന്ന് അവിടെ നിന്ന് ഞാൻ വിവരം പറഞ്ഞു, അങ്ങനെ ബെച്ച ബിമാറേ. എന്തോ മനസ്സിലിഞ്ഞ സൈക്കിള് ട്രക്കിന്റെ വണ്ടയിട്ടു. എൻ്റെ വൈഫിനെ വണ്ടിക്കകത്ത് കയറ്റി സഭാ ഹാളിന്റെ മുമ്പിൽ കൊണ്ടുവിട്ടു. സ്തോത്രം. എല്ലാ കാര്യവും നമുക്ക് എല്ലാ വിശ്വാസികളോടും പറയാൻ പറ്റില്ലല്ലേ പാസ്റ്ററെ? സർട്ടൻ കേസസ് നമുക്ക് ഷെയർ ചെയ്യാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടൊക്കെ അധികം മോശയോട് പറഞ്ഞാൽ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. കുഞ്ഞ്, എനിക്ക് മനസ്സിലായി കുഞ്ഞ് മരിച്ചു പോകും. വൈഫും ഹൃദയം തകർന്നിരിക്കുക. കുഞ്ഞിനെ കൊണ്ട് ഒരു ചെറിയ ഇടിപ്പേ ഉള്ളൂ, പൾസൊന്നും വേണ്ട ഇല്ല. അപ്പൊ കുഞ്ഞ് മരിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പായി. അപ്പൊ ഞാൻ ചിന്തിച്ച്, കർത്താവെ, കുഞ്ഞ് മരിക്കേണ്ട എവിടെ അടക്കണ്ടി? സ്തോത്രം. ഒരു അൺകോൺഷ്യസ് ആയ കുഞ്ഞ് കിടക്കുക. നമ്മുടെ ചിന്താവിഷയം എന്താ? ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും, ഞാൻ നിങ്ങളെ അവിടുന്ന് വലിച്ചു കയറ്റും, ഞാൻ യഹോവയെന്നറിയും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ സഭാളിൻ്റെ അവിടെ ഒരു 20 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് വേണം കുഞ്ഞിനെ അടക്കാൻ. മേലാൻറ്റി കൊണ്ടുപോകുന്ന നടക്കത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ അടക്കാനുള്ള സ്ഥലത്തിൻ്റെ കാർഡ് എൻ്റെ ബോഷത്വത്തിൽ, കാരണം ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കാൻ സമയം കൊടുക്കത്തില്ലല്ലോ ഫലത്തിനും. അപ്പം ഞാൻ കാർഡ് പറിക്കുമ്പോൾ, സ്തോത്രം,
മാസത്തിനു മുമ്പ് എന്നോട് ദൈവം സംസാരിച്ച ശബ്ദം എൻ്റെ ഹൃദയത്തിൽ നിന്ന് കാതുകളിൽ മുഴങ്ങുന്ന പോലെ തോന്നി. നിന്റെ കുഞ്ഞ് മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് അവൾ പഠനം നടത്തും. ഞാൻ ആ പോച്ച കയ്യിൽ നിന്ന് മാറ്റിയിട്ടു. ഒന്നും പറഞ്ഞില്ല. ഞാൻ കുഞ്ഞിനെ ദൈവത്തിന്റെ കയ്യിൽ എറിഞ്ഞു കൊടുത്തു. വായെടുത്തിട്ട് മുട്ടുമേ നിന്ന് ഞാൻ പറഞ്ഞു, ബാമളമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരൊറ്റ അക്ഷരം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ സമ്മതിച്ചില്ല. ശ്രദ്ധിക്കുന്നോ നിങ്ങൾ? മുട്ടുമേലിരുന്ന് ദേശത്തിന് വേണ്ടി കരയാൻ തുടങ്ങി. ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. നാട്ടിലുള്ള ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് ഹേമിച്ചങ്ങ് പ്രാർത്ഥിക്കുക. കുഞ്ഞിനിൽ നിന്നുള്ള ശ്രദ്ധ പോയി. കാരണം കുഞ്ഞ് മരിക്കാൻ പോവാണല്ലോ. സ്തോത്രം. ഞങ്ങൾ രണ്ടുകൂടെ ഒരു 1.5 മണിക്കൂർ ആത്മാവിൽ അവിടെ അങ്ങ് നൃത്തം ചെയ്യുക. കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല. സ്തോത്രം. ആത്മാവിന്റെ നിറവിൽ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ കുഞ്ഞ് കണ്ണു തുറന്ന് കൈയും കാലും ഇട്ടടിച്ച് കളിക്കുക. ഞാൻ നിന്റെ ശവക്കുറി തുറക്കും. ഹല്ലേലൂയ. ദൈവിക ജീവന്റെ അംശം പോലും ഇല്ലെന്ന് നിനക്ക് തോന്നുന്ന നിന്റെ തലമുറയോടായി ഇന്ന് രാത്രി ദൈവം ഇടപെടുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവിക ജീവന്റെ അംശം ചോർന്നുപോയ നിന്റെ തലമുറയോടുള്ള ദൈവിക ദൂത ഈ രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നത്. ഏറ്റെടുത്ത ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം, 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 സ്തുതിക്കണം. ഞാൻ നിന്റെ ശവക്കുഴി കയറ്റും, തുറക്കുമെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം തുറന്നിരിക്കും. ദൈവമക്കളെ, നന്ദിയോട് നന്ദിയോട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുറക്കുമെന്ന് ദൈവം പറഞ്ഞാൽ തുറന്നിരിക്കും. തുറക്കുമെന്ന് പറഞ്ഞാൽ ദൈവം തുറന്നിരിക്കും. എത്ര പൂട്ടു വലുതാണെങ്കിലും, ഹല്ലേലൂയ, എത്ര റിസർവ്ഡ് പ്ലേസിലാണെങ്കിലും, എത്ര നിയമം കൊണ്ട് പൂട്ടിയിട്ടാല്, എത്ര സമ്മർദ്ദത്തിൽ അതിൽ പ്രഷർ ഹൈലി ഇൻഫ്ലുവബിൾ ആണെങ്കിലും എന്റെ ദൈവം പറയുന്നു, ഐ വിൽ ഓപ്പൺ. എന്റെ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ആർത്തയോടെ ദൈവമക്കളെ, ഇതൊന്നും യാദൃശിക യോഗങ്ങളല്ല. ഒരു വർഷത്തെ പ്രാർത്ഥന ഇതിന് പുറകിലുണ്ട്. പരിശുദ്ധാത്മാവ് വിടുവിക്കേണ്ട സമയത്ത് നിന്നെ വിടുവിച്ചേ ഇവിടെ കൊണ്ടുപോകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. തുറക്കേണ്ട വഴികൾ ഈ രാത്രി ആത്മാവ് തുറക്കുകയാണ്. ഇന്ന് രാത്രി നിറഞ്ഞ മനസ്സോടെ, ഓ ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, he is going to change your situation. Amen, hallelujah. Maybe you are under the strong room like, but he is going to deliver you. ഉറമാന ഹമരാ ജഗന അതരാ ജുഗല ഗടഗദരി എത്തതാൽ നന്ദിയോടെ സ്തോത്രം അപ്പാ. നന്ദിയോട് 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 സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് അല്പം മിനിറ്റുകൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കണം കേട്ടോ. ആരും മൗനമായിരിക്കല്ലേ. കഴിയുമെങ്കിൽ മുട്ടുമേലെന്ന് മുഴങ്കാലിരുന്ന് ആരാധിച്ചാട്ടെ, മുട്ടുമേൽ നിന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഈ രാത്രി തുറക്കപ്പെടേണ്ട ചില മണ്ഡലങ്ങൾ സൗരന്മാരെ മുന്നോട്ട് വന്നിരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നാട്ടെ. സ്വത്രം. ഹല്ലേലൂയ. കസേരയിൽ ഇരിക്കാൻ കഴിയുന്നത് മാത്രം ഇരിക്കുക, അല്ലാത്തവർ എവിടെയെങ്കിലും ഒക്കെ മുട്ടുമേൽ ഒരു നിമിഷം ഒന്ന് നിന്നാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ അല്പം നിമിഷം ആരാധിക്കാം. അന്തരീക്ഷം പോയിട്ടില്ല. ഇവിടെ നിർത്തുക. അമ്മ ഏറ്റെടുത്താട്ടെ. ഇന്ന് രാത്രി ആത്മാവിന്റെ ബലത്തോടെ കരങ്ങളെ തട്ടി നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആ ആത്മശക്തി അമ്മേ ഒന്ന് കത്തിക്കയറട്ടെ, കത്തിക്കയറട്ടെ, കത്തിക്കയറട്ടെ. ഹല്ലേലൂയ. ഈ രാത്രി അമ്മേ ഹല്ലേലൂയ നിന്നെ ജീവിപ്പിക്കാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പദ്ധതി ഇട്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിക്കാതെ സൂക്ഷിക്കുമെന്നല്ല ആത്മാവ് പറഞ്ഞത്, നിന്റെ ശവക്കുഴിയിൽ വലിച്ചു കിടക്കുമെന്നാ പറഞ്ഞത്. ഓ, ഇത്ര അധപ്പതനത്തിൽ നിന്ന് നിന്നെ റിലീസ് ചെയ്യാൻ എന്റെ പരിശുദ്ധാത്മാവ്, എന്റെ ദൈവത്തിന്റെ ആത്മാ പദ്ധതി കിട്ടെങ്കിൽ, അവേ ഇന്ന് ഡൗട്ട് വേണ്ട കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഇന്ന് രാത്രി കൺഫസ് ചെയ്ത് ഏൽപ്പിച്ചാതെ. യെസ് 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 യെസ്. നീ മരിക്കാതെ കാക്കുമെന്നല്ല ആത്മാവ് പറഞ്ഞത്, നിന്റെ ശവപ്പെട്ടി തുറക്കുമെന്നാ ദൈവം പറഞ്ഞത്. ഓ
ഓ ഹല്ലേലൂയ. ഇന്ന് വന്ന സകലരുടെ മേൽ ഈ ആത്മശക്തിയുടെ ദൂത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീ ആരാധിച്ചു തുടങ്ങിയാൽ തുറക്കപ്പെടേണ്ടതെല്ലാം തുറന്നേ മതിയാവും കേട്ടോ. ഒരു ജോലിയാണോ? എത്ര നിസ്സാരമായ ദൈവത്തിന്. നിന്റെ സാമ്പത്തിക തകർച്ചയാണോ? അമേ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന് വരണം. അത് നിങ്ങൾക്കുള്ളതല്ലയോ? അഭിഷേകം നിലച്ചിട്ടില്ല കേട്ടോ. മനക ജഗന ആത്മാർത്ഥതയോടെ ആ ജീവന്റെ കൃപയുടെ കൂട്ടവകാശികളല്ലേ നമ്മൾ? അവന്റെ മഹിമ കണ്ട സാക്ഷികളല്ലേ നമ്മൾ? ഓമന പേർച്ചയിൽ വിളിക്കപ്പെട്ടവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഉള്ളങ്കയിൽ വരയ്ക്കപ്പെട്ടവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെല്ലുമെന്ന് എന്റെ ദൈവം പറഞ്ഞെങ്കിൽ ആ വചനം എനിക്ക് നിങ്ങൾക്കുള്ളതല്ലയോ? ദുർഘടങ്ങളെ അവൻ നിരപ്പാക്കുമെങ്കിൽ, താമ്രവാതിലുകളെ അവൻ തകർക്കുമെങ്കിൽ, ഇരുമ്പോടാമ്പലുകളെ അവൻ കണ്ണിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ഈ രാത്രി നിന്റെ ബ്രേക്ക് ത്രൂവിന് cry out tonight. Cry out to God. Cry out to God. Hura makaturi handal kama jagana samana thura dalagadri. Yes. Oh hallelujah. Appa. Appa. Ayuve. Ayuve. Appa, appa, appa. വലിച്ചു കയറ്റുന്ന ഒരു ദൈവത്തിന്റെ വചനം, വലിച്ചു കയറ്റുന്ന ഒരു ദൈവത്തിന്റെ വചനം. ഏറ്റെടുത്തു. അവൻ തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കും. നിന്നെ വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞാൽ ആ കുഴിയുടെ ആഴമൊന്നും ദൈവത്തിന് വിഷയമല്ല. ആ തകർച്ചയുടെ ആഴമൊന്നും ദൈവത്തിന് വിഷയമല്ല. പൊക്കിയെടുക്കുന്ന ദൈവം പറഞ്ഞാൽ പൊക്കിയെടുത്തിരിക്കും. ദൈവത്തിന് ആരുടെ അനുവാദം വേണ്ട. നിന്നെ വിടുവിക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ടാണ്. ദൈവത്തിന് നിന്നെ റിലീസ് ചെയ്യാം. He need not anybody's permission to release you. Oh hallelujah.